നമ്മൾ പിടിച്ച ഞണ്ടാണ് മച്ചാന്മാരെ. അതേ നോക്കിയാൽ കണ്ട ഇവനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലടാ. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം സീനാണെന്ന്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാകാൻ ചാൻസ് ഇല്ല. ആ വീഡിയോ നിങ്ങൾ തന്നെ നമുക്ക് കാണണം കേട്ടോ. കാര്യം നമ്മളൊരു വലിയ ഞണ്ടിനെ പിടിച്ചതാണ് ഇത്. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് ഏകദേശം 2 കിലോ, അതന്നെ 2 കിലോ ഉണ്ടായിരുന്നു. 2.55 ആയിരുന്നു ഇതിൻ്റെ വെയിറ്റ്. 2 കിലോ 55 ഗ്രാം. ഇന്നലെ ഞാൻ 3000 രൂപയ്ക്കാണ് ഏകദേശം കിലോ പറഞ്ഞെങ്കിലും 2900 ആണ് ഇപ്പോഴത്തെ വിലയുടെ പെർ kg. 100 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ ഏകദേശം 5800 രൂപ വിലയുള്ള ഈ ഞണ്ടിനെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണം മച്ചാന്മാരെ. പണം പോട്ടെ, പവർ വരട്ടെ. അപ്പോൾ സംഗതി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ചത്തുപോണ സാധനമൊന്നുമല്ല. നല്ല മഡ് ക്രാബുകൾ സാധാരണ എക്സ്പോർട്ട് ചെയ്യണത് തന്നെ ജീവനോടെ തന്നെ എക്സ്പോർട്ട് ചെയ്യണത്. അപ്പം അങ്ങനെ ദിവസങ്ങളോളം കരയിലിരിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഞണ്ട്. പക്ഷേ ഇത് ഇന്നലെ കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ചെറിയ ഹോളുണ്ട്. ചെറിയ പരിക്ക് പറ്റിയവനായിരുന്നു ഇവൻ. അത് വലയിൽ ഒടുക്കിയവനല്ല, ഇത് ആക്രമണത്തിൽ പെട്ടേക്കണവനാണ്. വേറെ ഞണ്ടിൻ്റെ എന്തെങ്കിലും ആക്രമണത്തിൽ പെട്ടിട്ട് സൈഡിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ വില കുറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് പറയാൻ നോക്ക്, പൊഴിച്ച് കളയാൻ ചാൻസ് കുറവാണ്, എന്നാലും കളയും. ഇന്നലെ ഈ സാധനം കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഞണ്ട് എടുക്കുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞണ്ട് കേട്ടാന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ തളർന്ന അവസ്ഥയിലൊക്കെ വന്നെ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഈ സാധനം ഇതിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇവൻ ഇനി വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ അബദ്ധമെന്ന് കരുതിയിട്ട് ഞാൻ നേരെ ഇവനെ ഫ്രീസറിൽ കയറ്റി ഇവനെ ഡെഡാക്കി വെച്ചേക്കണേണ് കണ്ട. ഡെഡാക്കി വെച്ചാൽ തനിയെ എത്തുപോയതാണ്. ഫ്രീസറിൽ കയറി കഴിഞ്ഞാൽ തണുപ്പാണല്ലോ. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇല്ലാത്ത സമയത്താണ് ചത്തുപോകണമെങ്കിൽ അത് ചീഞ്ഞ് പോയിട്ട് പിന്നെ നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ ആണെങ്കിലും പിന്നെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ ഇത് ചത്തു പോകാനുള്ള ഒരു കാരണമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹോളിൽ കൂടി ഇതിൻ്റെ പൊട്ടുപാടുണ്ടല്ലോ, ഈ ഹോളിൽ കൂടി നമ്മുടെ ബ്ലഡ് പോണത് പോലെ ചിലപ്പോൾ ഞണ്ടിൻ്റെ മീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ വലയെ കിട്ടിയപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. എനിക്ക് വലയെ കിട്ടിയപ്പോൾ ഞാൻ റോഷനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ റോഷാന്ന്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും ഇത് മിക്കവാറും ചത്തുപോയേക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സങ്കടത്തോടെ ഇപ്പോഴത്തേക്കണ കുമ്പാരിക്കൊന്നും ഒരു സങ്കടവും ഇല്ല, ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവന് കുക്ക് ചെയ്യാൻ വേണ്ടി. എന്തായാലും എന്താണ് ഇവന് ഇത്രയും വിലയെന്ന് അറിയണമല്ലോ നമുക്ക് തിന്നിട്ടല്ലേ. അയ്യോ എന്നാലും എൻ്റെ ഞണ്ടേ നീ ചതിയാടാ ചെയ്തത്. അല്ല ഈ സ്ഥലമൊക്കെ നന്നായിട്ട് ഉരക്കി കേട്ടാ. ആദ്യം ഉരക്കട്ടെ ഇത്, എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഞണ്ട് കാല് സ്വയം പൊഴിച്ച് കളയൂല. അത് പണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ എന്നെ കുറേ ആൾക്കാർ ചീത്ത വിളിച്ച്, അറിയാവുന്നവർ ചീത്ത വിളിച്ചില്ല. ഞണ്ട് തനിയെ പൊഴിച്ച് കളയില്ല, നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ ബലമില്ലാണ്ട് ഒടിഞ്ഞു പോകും. പല്ല് വാല് പൊളിച്ച് കളയണതും ഞണ്ട് അതിൻ്റെ കാല് മുറിച്ച് കളയണതും സെയിം പ്രോസസ്സാണ്. അതിൻ്റെ പേരാണ് ഓട്ടോട്ടോമി എന്ന് കേട്ടോ. ഓട്ടോട്ടോമിന്ന് നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓട്ടോട്ടോമി എന്താണ്. നമുക്ക് വ്യക്തമായിട്ടൊരു സ്വയൻ്റെ വീഡിയോ ചെയ്യാം ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട്. ഓട്ടോട്ടോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വയം രക്ഷാർത്ഥം ചെയ്യണ പല ജീവികളും ചെയ്യണ ഒരു പരിപാടിയാണ് ഓട്ടോട്ടോമി. എല്ലാ സ്ഥലവും മുറിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. പല്ലിക്കാണെങ്കിൽ പാല് മാത്രമേ മുറിച്ച് കളയാൻ അറിയാൻ പാടുള്ളൂ. ഇത് മുട്ട ആൺഞണ്ടിന് മുട്ട ഉണ്ടാന്ന് ചോദിച്ചാൽ നിന്നെ ആളെ വെച്ച് തല്ലിക്കണ സമയം കഴിഞ്ഞ്. നല്ല മീറ്റ് ഉണ്ട് കിട്ടും വരെ പീസ് ഒഴി അല്ലടാ. അത്രയും വിലയുള്ള സാധനമല്ലേ, നമുക്ക് കളയാൻ പറ്റുവാ. ഇത് പീസാക്കി ഇടാട്ടോ മാരി, അല്ലെങ്കിൽ എന്താ പറ്റണേന്ന് അറിയാവാ. അല്ലെങ്കിൽ ഇത് അവൻ കണ്ടിട്ടും പോയേക്കണേ. ആ അതെ, കുളിക്കണം, ഉറപ്പായിട്ടും കുളിക്കേണ്ടി വരും. കുറച്ച് ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. 5800 രൂപ കൊടുത്ത് ഇതൊക്കെ വാങ്ങി കഴിക്കണവനെയൊക്കെ സമ്മതിക്കണം അല്ലേ. അല്ല 5800 രൂപ പോരല്ല, ഇവിടെ 5800 രൂപ നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയേ. ഇപ്പോൾ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതേ ഒരു ഇച്ചിരിക്കോളം സാധനമുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ, അതേ ബാക്കി പീസസ് അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചേക്കാട്ടെ. ആ മതി, അതൊന്നും വേണ്ട. അങ്ങനെയല്ല പൊളിക്കേണ്ടത്. അരിയലും കഴിഞ്ഞ് പൊളിക്കലും കഴിഞ്ഞ്. എടാ ഈ കിടക്കണ മുഴുവൻ വെള്ളമല്ല, എൻ്റെ കണ്ണീരാണ്.
വേണ്ട വെള്ളം ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിക്കാൻ അടിക്കുടിയോളോ. എടാ വേണ്ട, നീ ഇടക്കിടക്ക് വന്ന് നോക്കിയാൽ മതി. ഇത് മുമ്പാര് ഇവൻ നോക്കുമ്പോ ഇവൻ നോക്കണം, അതിനെ നീ വന്ന് നോക്കിയേക്കണം. പുഴുകി കഴിഞ്ഞിട്ട് അതെ സൗണ്ട് വന്നിട്ടാ. ശോ, ഇച്ചിരിക്കോളം സാധനമുള്ളല്ലേ അവസാനമായി കഴിഞ്ഞപ്പോ. അത് നമുക്കിനി ഉപ്പ് വെള്ളത്തിൽ ഒഴിക്കുമല്ല പൊട്ടാ. എന്റെ പൊന്നെ എന്റെ കയ്യിലെ രോമം കരിഞ്ഞു പോടാ. ഇത് കണ്ടാടാ എന്ത് ജാതി സ്റ്റൗ ഇത്. കാറ്റത്ത് ഇവിടെ കൊണ്ടിട്ട് കത്തിയിട്ട് മോന്ത കളി പൊള്ളിപ്പോ വാങ്ങി. കുറച്ച് എണ്ണ വേണമെങ്കിൽ കുമ്പരിക്ക് വേണമെങ്കിൽ ഒഴിക്കാം. വെളുത്തുള്ളി കിരിയുടെ സൗണ്ട് കേൾക്കാത്ത എന്താണെന്ന് അറിയാൻ പാടില്ല. കേൾക്കണുണ്ട്, അങ്ങനെ പറയല്ലേ. അതെ വേണ്ടാ. ആ നേരത്ത് സവാളയും എടുത്ത് തട്ടിയിട്ടുണ്ടേ. എന്നാ മതി കുമ്പരി, ഇത്രയൊക്കെ മതി. ഗ്രേവി കൂടുതൽ വേണം കുറച്ച് വേണം? ഗ്രേവി കുറച്ച് മതിയാ. ഗ്രേവി ചോറിച്ചില്ല അവനെ കൊടുക്കാം. കരുനാക്കടുത്ത് വളക്കല്ലേ നീക്ക. ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടാണ് നേരെ വെള്ളത്തിലേക്ക് കുരുമുളക് പൊടിച്ചിട്ടാ. കുറച്ച് ഇടകട്ടെ, അത് മതി. നമ്മൾ സാധനങ്ങളൊന്നും ഇടണല്ലേ, വളരെ കുറച്ച് സാധനങ്ങൾ എടുത്ത് പിടിക്കും. പേരിന് കുറച്ച് ഗരം മസാല ഇട്ടാ മതി. കൂടെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇടാം. ഷോ, ഫ്രഷ് ക്രീം. ഇങ്ങോട്ട് വാങ്ങാട്. രണ്ടിൻ്റെ കാലിട്ട് ഇളക്കി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഉപ്പ് ഇച്ചിരി ഇടാണ്ട്. ഉപ്പ് അതിന് ഉപ്പുണ്ടല്ലേ അങ്ങോട്ട്. കുമ്പരി താടിക്കുകയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പറ്റേട്ടാ, ഇച്ചിരി പറ്റിയിട്ടാ. കിട്ടണില്ല. ഇവിടെ മീറ്റ് ഇടാ. അതിൽ ഉപ്പുണ്ട്. ഞാൻ മീറ്റ് ഉണ്ടാകുന്ന നോട്ടാ. സാജ കണ്ട സംഗതി കണ്ട സെറ്റ് ആയിട്ടുണ്ട്. ചെയ്യണ്ട. ഇനി കൂടുതൽ നമ്മൾ കളിക്കണില്ല കേട്ടോ. നമ്മുടെ സംഭവത്തിന് ടെക്സ്ചറൊക്കെ മാറിയതേ കണ്ടത്. ഈ ഒരു തിക്ക് ഗ്രേവിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കളിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴും പറ്റേണ്ടതാണ് കുക്ക് ചെയ്ത് അവസാനം ഇത് ഞാൻ കുളവാക്കും. അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്യണേ പെട്ടെന്ന്. എൻ്റെ പൊന്നെ, ഇത് ഞാൻ തന്നെ വെച്ചതാണോ ഇത്? സംഗതി സീനാണ് മോനെ. ഗ്രേവിക്ക് അതൊക്കെ എടുക്കേണ്ട ടേസ്റ്റ് ആയിട്ടുണ്ട്. മീറ്റിനോട്ട് അലർജി ഉള്ളതുകൊണ്ടേ എന്താണ് അടിപൊളി. പറ്റണില്ലേ രാജേട്ടന്? കൊടുക്കുക, എല്ലാ കൊതിയന്മാർക്കും കൊടുക്കുക. എല്ലാവരും പോയിക്കോട്ടെ, ടേസ്റ്റ് ചെയ്തല്ലേ. ഇതിൻ്റെ ഈ ഡിഷിൻ്റെ വെറുതെ എത്രയാണെന്ന് അറിയാമോ ഇപ്പം? എൻ്റെ ഇതിന് 5800 രൂപ വില ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുക്കിങ്ങിന് ഒരു 5000 രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞവരക്കാലേ കിട്ടുള്ളൂ ഇവിടുന്ന്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണുമ്പളക്ക് കൊണ്ടേ കൊടുക്കാനാണ്. അവളാണ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ വേണ്ടല്ലോ അല്ലേ? ഏതാനും വേണ്ടതാണ്. അയ്യോ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇതുകൂടി കൊടുത്തേക്കാം. അതതിൻ്റെ കൂടെ പോകുന്നതല്ലേ ഇരിക്കണ്ട. ഇതുണ്ട ഈ മീറ്റാണ്. എന്ത് ചൂട്! ഇത് കണ്ട 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 ഇതാണ് ഇത്രയും വിലയുള്ള സാധനം. ഒന്നും പറയാനൊന്നുമില്ല. ഞണ്ടിൻ്റെ ഇത്രയും വിലയുള്ള സാധനത്തിൻ്റെ ടേസ്റ്റ് പറയാൻ ഞാൻ ആളല്ല ശരിക്കും. കുമ്പരി അല്ലേ കുമ്പരി? ഇച്ചി നീങ്ങിന്നേ റോഷ. നീ ഒരു പണിയേ, നീ കുറച്ച് നേരം ഷൂട്ടേ. കറി എങ്ങനെയുണ്ട്? ഗ്രേവി എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്ക് തോന്നുന്നു കണ്ടിയാൽ കണ്ടിട്ട് പറയാനൊന്നുമില്ല. അത്ര ടേസ്റ്റാണ് ഗ്രേവി. സംഗതി സീനാണ് മോനെ.
കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് കൊടുക്കണേടാ, കുറച്ച് നേരത്തേക്ക് നമ്മൾ ബ്രേക്ക് കൊടുക്കണേണ്, അല്ലെങ്കിൽ റോഷൻ കരേണ്ടി വരും. ഇവിടെ നീ അവിടെ ക്യാമറ വെച്ചിട്ടും ആവട്ടെന്ന്. അല്ല ഏത് കറിയാ മോശം വരുന്നത്? അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ ചോദിച്ചാൽ പറയാൻ ഒരു പടം ഉണ്ടാവും. എന്താ ഗ്രേവി നല്ല തിക്ക്, നല്ല ടേസ്റ്റുള്ള ഗ്രേവി കേട്ടോ. കണ്ടമാനം സാധനവും നമ്മൾ എനിക്കങ്ങനെ മോശം എന്ന് പറഞ്ഞാൽ ബ്രെഡ് മാത്രമേ ഉള്ളൂ. കടയിലുണ്ട്. ഞാൻ പറഞ്ഞതാണ് കുമ്പാരനായിട്ട് 2 പാക്കറ്റ് ബ്രെഡ് മേടിക്കാന്ന്. ഗ്രേവി തീർന്നു, എല്ലാം തീർന്നു. എന്താ ഉള്ളത്? ഈ ഹോളിനകത്ത് വല്ലതും ഉണ്ടാന്ന് നോക്കിയേ. ഒന്നുമില്ലല്ലേ? ഇത് കണ്ടോടെ ഇവന്റെ പ്ലേറ്റിലാണ് എല്ലാ സാധനവും ഇരിക്കണത്. കുമ്പാരിയാണ് ഇത്തവണ സീനായിരുന്നു കേട്ടാ. കുമ്പാരി 2 കിലോ ഒഴിക്കണം. ഇവിടെയൊക്കെ പ്രത്യേകത ഇവിടെയൊക്കെ സ്ലോവിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ, അവരൊന്നും ഇങ്ങോട്ട് വരണ്ട. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, നമ്മ പണ്ട് താറാവിനെ വെച്ച് ഓർക്കണ്ട. ആ റാഫേല് ബിബിൻ, ഞങ്ങള് താറാവിന് ഭയങ്കര ഇല്ലല്ലേടാ. ഞങ്ങള് കുറെ പേരുണ്ട്. ഞങ്ങൾ ഒരു താറാവ് കാലത്ത് കടിച്ചിരിക്കുമ്പോ റാവിലും മറ്റേ സിംഹമൊക്കെ തിന്നില്ലേ, വലിച്ചു എങ്ങനെ തിന്നണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ അവനെ അങ്ങ് പിന്നെ കൂടെ കൂട്ടിയിട്ടില്ല. കുടുംബക്കാരല്ലേ ഇയാള്? ഇവന്റെ ചേട്ടാ അനിയനാണല്ലേ അവൻ. അത് രണ്ടിനോട് സിമിലർ ആയിട്ട് എനിക്ക് തോന്നണം ഇത്രയും ടേസ്റ്റിൽ വേറെ ഒരു സാധനം ഇല്ല. നമ്മുടെ ഇവിടെ ഇത്രയും ടേസ്റ്റിൽ വേറെ സാധനം ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ഇത്രയും വില വന്നത് കേട്ടോ. പിന്നെ 6000 കൊടുത്ത് എന്തായാലും ഞാൻ എന്തായാലും വാങ്ങി കഴിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇത്തവണ ഈ 6000 പോയെന്ന് ഓർത്തിട്ട്. പിന്നെ നിങ്ങൾ 6000 രൂപയ്ക്ക് എന്തോരം കുഴിമന്തി കഴിക്കാറുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ദിവസം പോയി കഴിക്കാറുണ്ട് നമുക്ക്. അല്ല ഈ ടേസ്റ്റ് കിട്ടില്ല, അത് വേറെ കാര്യം. അത് പിന്നെ ഞണ്ടല്ലേ. പിന്നെ അപ്പോൾ സംഗതി എന്തായാലും ഈ എന്താണെന്ന് അറിയാൻ പറ്റില്ല, മുടിഞ്ഞ ടേസ്റ്റ് കാരണമാണ് ഈ സാധനത്തിന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ നിനക്കറിയാലോ ഇതേ ഇനത്തിൽ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഇതേ മഡ് ക്രാബിൽ തന്നെ റെഡ് എന്ന് പറഞ്ഞ ഒരു ഇനം ഞണ്ടുണ്ട്. അവനും ഏകദേശം ഇതേപോലെ ടേസ്റ്റ് ഉണ്ട്. ഇത്രയും ടേസ്റ്റ് ഇല്ല എന്നാലും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത്രയും വിലയുമില്ല, ഭയങ്കര വില. ഇത് തമ്മിൽ കാര്യമായ വില വ്യത്യാസവും ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്കില്ല. പിന്നെ വലുതായി ഇത്രയും വലുതായി ഇല്ലല്ലോ ഇത്രയും വലുതാ. 1 കിലോ ഒക്കെ കഷ്ടി വന്ന് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ഇനി ഈ വീഡിയോ ഓടിയിട്ട് വേണം എനിക്ക് 6000 രൂപ കിട്ടാനായിട്ട്. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി? മില്യൺ അടിക്കണം, മില്യൺ അടിക്കട്ടെ അല്ലേ സാജാ? പറയടാ മില്യൺ അടിക്കാന്ന്. ചട്ടി വടിക്കേണ്ട അവസ്ഥയായി പോയിട്ടാ. ബ്രെഡ് പോലും ഇല്ലാണ്ടായി പോയല്ലോ. ഞാനും ഓർത്തില്ല ഇത്രയും ടേസ്റ്റ് വരുന്ന സാധനത്തിന്. സാധാരണ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ടേസ്റ്റ് ഒന്നും വരാത്ത വടിക്കേണ്ട അവസ്ഥയായി പണ്ടായിരുന്നു. രണ്ടാമത് കഴിഞ്ഞില്ല, ബ്രെഡെങ്കിലും കുട്ടിയടിക്കാത്ത ബ്രെഡും ഇല്ല.